കശ്മീരിലെ പാക് ഭീകരതയെ നിയമാനുസൃത പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച് പാക് സൈനിക മേധാവി അസിം മുനീർ. കശ്മീർ സ്വയം നിർണായക അവകാശത്തിനായി പോരാടുന്നവരെയാണ് ഇന്ത്യ ഭീകരരെന്ന് വിളിക്കുന്നതെന്ന് അസിം മുനീർ. പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തുടരും. ഇന്ത്യ 2 തവണ പാകിസ്ഥാനെ ആക്രമിച്ചു. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി നൽകുമെന്നും അസിം മുനീർ ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കാശ്മീരിലെ പാക് ഭീകരതയെ നിയമാനുസൃതമെന്ന് വിശേഷിപ്പിക്കുകയാണ് പാക് സൈനിക മേധാവി. വിവരങ്ങൾ. ഈ അസിം മുനീർ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അസിം മുനീറിനും പാകിസ്ഥാൻ ഒരു പക്ഷേ അത് മതിയായിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം കശ്മീരിലെ ഭീകരതയെ നിയമാനുസൃത പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കശ്മീർ സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്ന സ്ഥലമാണെന്നും അവരെ ഇന്ത്യ ഭീകരരെന്ന് വിളിക്കരുതെന്നും അസിം മുനീർ പറയുന്നു. പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തുടരും എന്നാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ 2 തവണ പാകിസ്ഥാനെ ആക്രമിച്ചെന്നും ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അസിം മുനീർ പറയുന്നു. പക്ഷേ ഈ പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് പാകിസ്ഥാനുള്ളിൽ വലിയ തോതിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഈ ബലൂജ് സ്വാതന്ത്ര്യ സമര പോരാളികൾ അവിടെ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ തെഹ്രീക്കെ താലിബാൻ അവിടെ ഇപ്പോൾ വസീറിസ്ഥാനിലടക്കം സ്ഫോടനങ്ങൾ നടത്തുകയും അവരുടെ സൈനികർക്ക് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് അതിൻ്റെതായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കാതെ പാകിസ്ഥാനിൽ മറ്റൊരു പോംവഴിയുമില്ല. ഇന്ത്യ വിരുദ്ധത കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സംവിധാനമാണ് പാക് സർക്കാരും പാക് സൈന്യവും ISIയും ഉൾപ്പെടെയുള്ളവർ. അതായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെയാണ് തള്ളിക്കളയുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.